ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാംഗോസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ടായ രണ്ട് വെറൈറ്റി മാങ്ങയാണ് ഇത് രണ്ടും. ഇത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന ഇത് മാവിൽ നിന്നാണ് നമുക്ക് ഈ രണ്ട് മാങ്ങ കിട്ടിയത്. ഇതാണ് ബദാമി അല്ലെങ്കിൽ ബംഗനാപ്പള്ളിയിൽ നിന്ന് ഇവിടെ ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണ്. പിന്നെ ഇത് പ്രിയൂരാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ടൈം ആയതാണ്. പിന്നെ ഈ സമയത്ത് മഴയും കാറ്റിനെ പറ്റി പറയണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറിച്ച് വെച്ച് പഴുപ്പിച്ചതാണ്. ഫസ്റ്റ് ടൈം ആയതാണ്. പിന്നെ കുറച്ച് ഇതും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ കാറ്റ് കാരണം അതെല്ലാം പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് രണ്ടേ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓൾറെഡി നമ്മൾ കാറ്റ്മൂണ്, കാലാപ്പാടി, കൊളംബി ഈ മൂന്നിൻ്റെയും ടേസ്റ്റ് റിവ്യൂ ഇട്ടിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ രണ്ടുപേരും ബംഗനാപ്പള്ളിയുടെയും പ്രിയൂരിൻ്റെ നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രിയൂരിൻ്റെ ഇത് നോക്കാം, രുചി നോക്കാം, മുറിക്കാം. നമുക്ക് പ്രിയൂർ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിൻ്റെ അകം എന്ന് പറയുന്നത്. ഒന്നുകൂടെ മുറിച്ചിട്ട് നമുക്ക് നോക്കാം. പ്രിയൂരിൻ്റെ ഇതെന്ന് പറയുന്നത് പച്ചയ്ക്ക് പോലും പുളി ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൽ പഴുത്താണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ല മധുരമുണ്ട് ഇതിന്. ഇനി നമുക്ക് ബദാമി അല്ലെങ്കിൽ നമ്മളിവിടെ നാട്ടിൽ അറിയപ്പെടുന്ന ബംഗനാപ്പള്ളി മാങ്ങ മുറിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇത് നമുക്ക് മുറിക്കാം. ഇതിൻ്റെ അകം നല്ല കളർ. ഇത് നല്ല രുചിയുള്ള മാങ്ങയാണ്. എനിക്ക് കൂടുതൽ മധുരം തോന്നിയത് പ്രിയൂരിനാണ്. ബംഗനാപ്പള്ളിക്കും നല്ല ഒരു രുചിയാണ്. രണ്ടിനും ടേസ്റ്റ് സൂപ്പറാണ്, നല്ല ഫ്ലേവറുണ്ട്. മധുരം എനിക്ക് ഇച്ചിരി കൂടി തോന്നിയത് ഇതായിരിക്കും. ഇനിയിപ്പോൾ ഇച്ചിരി കൂടി പഴുക്കാഞ്ഞതിൻ്റെ ആണോ ബംഗനാപ്പള്ളിക്ക് പറ്റി നല്ല. എന്തായാലും രണ്ട് മാങ്ങയും നല്ല മാങ്ങയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാങ്ങ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ മാങ്ങ സീസണിന് പുറത്ത് പോയി ഒന്നും നോക്കണ്ട, ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ചെറിയ ബാഗിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ടും നമുക്ക് മാങ്ങ കിട്ടി. ഇപ്പോൾ കാലാപ്പാടിയെല്ലാം സീസണിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ആ ഒരു കുഞ്ഞു ബാഗിൽ തന്നെ കിട്ടും. വലിയതായിട്ട് ഷേപ്പിൽ, അതായത് അധികം വലുതാവണം എന്നില്ല, എന്നാലും നിലത്ത് നട്ടാൽ വലിയ മാംഗോസ് നമുക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു.